വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനം. ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ തുറക്കുന്നു. നമ്മൾ ഒരുമിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 36. നമുക്ക് ആ വചനം വായിച്ചാലോ? വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. നമുക്കൊന്നും കൂടെ വായിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മീയ ജീവിതത്തിൽ വളരേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് സഹനശക്തി? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണോ? ദൈവം നൽകുന്ന വാഗ്ദാനം സ്വീകരിക്കണോ? അങ്ങനെയെങ്കിൽ എന്തു വേണം? നമുക്കെല്ലാവർക്കും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ എന്തു വേണം? സഹനശക്തി. ഇതൊരു വരമാണ്. ഈ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വരത്തിൽ അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ അഭിഷേകവുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു കുടുംബനാഥൻ്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഈ വിഷയം അല്പം കൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. കൊറോണയുടെ ആദ്യ നാളുകളിൽ ഒരു കുടുംബനാഥൻ, അദ്ദേഹം മദ്യപാനിയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റായ വഴികളിലൂടെ ജീവിതം നയിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഈ വ്യക്തി എത്തുന്നത്. കൊറോണയുടെ ദുരിതങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമായിരുന്നിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് ധ്യാന കേന്ദ്രത്തിൽ അഭയം നൽകി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കുറച്ച് ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ താമസിക്കണം. ഞാൻ ഒരു മദ്യപാനി ആയിരുന്നു, എന്നാൽ ഞാൻ മദ്യപാനം നിർത്തി. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരല്പം ബലം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ധ്യാന കേന്ദ്രത്തിൽ താമസിക്കാൻ അവസരം കൊടുത്തു. മിക്കവാറും ദിവസങ്ങളിൽ നിത്യാരാധനയുടെ മുമ്പിലിരുന്ന് ഈ മനുഷ്യൻ ഏങ്ങലടിച്ചു കരയുന്നത് കാണാനിടവന്നു. പിന്നീട് പലതവണ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥ അനുതാപം, ജീവിതത്തിലേക്ക് വീണ്ടും തിരിവച്ചു വരാനുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തെ പലതവണ പലതരത്തിൽ വചനങ്ങൾ പറഞ്ഞുമൊക്കെ ഇദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ ഇദ്ദേഹം കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനം വീണ്ടും തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ആ വീട്ടിൽ നിന്ന് മാറിയാണ് കുറച്ച് ദിവസം ധ്യാനകേന്ദ്രത്തിലൊക്കെ നിന്നത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ യേശുവിനോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാര്യങ്ങൾ എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഈ വ്യക്തി തന്നെ ചെയ്ത കുറേ തിന്മ കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതുമല്ല. അപ്പോൾ ഭാര്യ ഈ വ്യക്തിയോട് അല്പസ്വല്പം അകൽച്ചയിലാണ്. ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. 3-4 പേര് ചേർന്നാണ് ബിസിനസ്. അങ്ങനെ എന്തു പറയേണ്ടു, ധ്യാനകേന്ദ്രത്തിൽ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകമൊക്കെ സ്വീകരിച്ച് ഇതാ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, വീട്ടിലോട്ട് തിരിച്ചു ചെന്ന അദ്ദേഹത്തിന് വിചാരിച്ച പോലെ അത്ര ഐശ്വര്യപൂർണമായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങൾ. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഈ വ്യക്തിക്ക് പിന്നീട് നേരിടേണ്ടി വരികയാണ്. അതിലൊന്നാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയാവോ? ഇദ്ദേഹം മദ്യപാനി ആയിരുന്ന അവസരത്തിൽ
കൂട്ടത്തിലുള്ള പാർട്ട്നേഴ്സ്, ബിസിനസ് കൂടെയുള്ളവരും ഇദ്ദേഹത്തോടൊപ്പം മദ്യപിക്കും, അവരോടൊപ്പം ചിരിക്കും, തമാശ പറയും, അവരോടൊപ്പം എല്ലാ വൃത്തികെട്ട പരിപാടിക്കും പോകുമായിരുന്നു. എന്നാൽ ധ്യാനം കൂടി അഭിഷേകമൊക്കെ സ്വീകരിച്ചപ്പോൾ തീരുമാനമെടുത്തു, ഇനി അങ്ങനെയുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. അധിക ദിവസങ്ങൾ ഈ വ്യക്തിക്ക് ഈ കൂട്ടുകാരുടെ കൂടെയുള്ള ആ ബന്ധം ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരത്രമേൽ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഓഫീസിൽ ഈ വ്യക്തി ഇരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഇയാളുടെ കൂടെയുള്ള വ്യക്തി, ബിസിനസ് പാർട്ട്ണർ, ഇയാളെ വന്ന് ദേഹോദ്രവം ഏൽപ്പിക്കുകയാണ്. ശാരീരികമായി വെറുതെ വന്ന് തല്ലുന്നു. അപ്പോൾ ലഭിച്ച ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ താടിയെല്ലിന് ശക്തമായി പരിക്കുപറ്റി ഒരു ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നു. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, അച്ഛാ, ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചു, ഇവന്മാരുടെ കൂട്ടയുള്ള ജീവിതം അവസാനിപ്പിച്ചു, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് അച്ഛാ ഇങ്ങനെയുള്ള ഈ ആക്രമണം? അച്ഛാ, ഞാൻ ആശുപത്രിയിൽ ഇതാ താടിയലിന് പരിക്ക് പറ്റി കിടക്കുവാണ് അച്ഛാ, എൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പോൾ ഇത് ഒന്നാമത് അദ്ദേഹത്തിന് ലഭിച്ച അപ്രതീക്ഷിത വീഴ്ച, അസ്വസ്ഥത. ഇതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത കഥ ആരംഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നലകളിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞ് പറയാണ്, ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഈ വ്യക്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അച്ഛാ, ഞാൻ എന്തു ചെയ്യും? ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചു, കൂട്ടുകാരുടെ കൂടെയുള്ള എല്ലാവിധത്തിലുള്ള ചീത്ത പ്രവൃത്തികൾ ഉപേക്ഷിച്ചു, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ കൂട്ടുകാർ എന്നെ ഉപദ്രവിച്ചു, സ്വന്തം ഭാര്യ എന്നെ തള്ളിപ്പറയുന്നു, എന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുന്നു. ഇതെന്താണ്? ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില പരാജയങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ വീണു പോകരുത്. വീണു പോകാനുള്ള മാനുഷികമായ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വീണു പോകരുത്. ഒരു മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായിരിക്കുമെന്ന് കരുതരുത്. കാരണം അപ്രതീക്ഷിതമായ പിശാചിൻ്റെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്കും നമ്മൾ നിന്നുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അപ്രതീക്ഷിത സംഭവങ്ങളെ നേരിടാനുള്ള ഒരു കരുത്തുമായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യം, അച്ഛാ, മദ്യപാനം നിർത്തി, ഞാൻ നല്ല ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, എൻ്റെ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല, ഞാൻ ഇനി എന്തു ചെയ്യും? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വചനം ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. അത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ജേക്കബ് ചാപ്റ്റർ 1 വേഴ്സ് 12. വചനത്തിൽ പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണ്. പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നേരിടണം. വചനം പറയുന്നത് എന്താ? പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നീ പെട്ടെന്ന് വിശ്വാസം ഉപേക്ഷിക്കരുത്. ഇക്കാലം അത്ര ലഭിച്ച അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. ഈ കാലഘട്ടത്തിൽ മഹാമാരിയുടെ ദുരിതത്തിനിടയിൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തോട് ഇടപെട്ട് കഴിയുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അസ്വസ്ഥത, ഈ ജീവിതത്തിലുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ, ഉടനെ തന്നെ ഇനി എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. ഇതാ ബുക്ക് ഓഫ് ജെയിംസ് ഇതാ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട സഹനശക്തിയുടെ മേഖല നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അപ്പോൾ അതുകൊണ്ട് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നത് എന്താണ്?
ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണോ, അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കണോ എങ്കിൽ എന്ത് വേണം? സഹനശക്തി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതായത്, നീതിമാനായി ജീവിച്ചാൽ ക്ലേശമുണ്ടാകുമോ? നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് എന്താ? ഒരാൾക്ക് രോഗമുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഇത് ഇയാൾ ചെയ്ത പ്രവൃത്തിയാണ്, അത് ഇയാൾ അനുഭവിക്കണം. അങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അല്പം കൂടെ കൂടിയ രീതിയിൽ പറയും, ഇത് ദൈവം നിന്നെ ശപിച്ചതാണ്, ഇത് നിനക്ക് വരുത്തിയതാണ്, ദൈവം നിന്നെ ഉപേക്ഷിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എന്താണ് പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് കഷ്ടപ്പാടുകൾ, സഹനം, പ്രശ്നങ്ങൾ ഈ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളാണ്. നീതിമാനായി ജീവിച്ചാലും നിനക്ക് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കുവാൻ ബൈബിളിൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ ഓർമ്മപ്പെടുത്താം. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ലാസറാണ്. ലാസറിനെ കുറിച്ച് നമുക്കറിയാം. ലാസർ മരിച്ചുപോയി. സഹോദരിമാർ കടന്ന് കരച്ചിലോട് കരച്ചിൽ. ഈ സഹോദരിമാർ ഒരു ദൂതനെ യേശുവിൻ്റെ പക്കലേക്ക് അയക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞ കാര്യം? ബൈബിള് തുറന്നേ, ഒരു വലിയ ആത്മീയ സന്ദേശം നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. ഇതാ വചനം പറയാണ്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ശ്രദ്ധിച്ചു വായിക്കണം. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസറിനെ ഈശോയ്ക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അപ്പം ദൈവം സ്നേഹിക്കുന്ന ലാസർ രോഗിയായിരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാവാം, കഷ്ടപ്പാടുകൾ ഉണ്ടാവാം. ഇതാ ദൈവമേ, അങ്ങ് സ്നേഹിക്കുന്ന ലാസർ രോഗിയായിരിക്കുന്നു. അപ്പം ഈ വിവരം അറിഞ്ഞപ്പോൾ യേശു എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? ഈശോ 2 കാര്യങ്ങൾ അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈശോ അവരുടെ മുമ്പിൽ ഒരു വചനം പങ്കുവച്ചു. ആ വചനത്തിൽ 1-ാമത്തെ കാര്യം ഇതാണ്: ഈ രോഗം ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. 2-ാമത്തെ കാര്യം ദൈവ മഹത്വത്തിനുള്ളതാണ്. ഈശോയുടെ മുമ്പിലേക്ക് ഒരു വലിയ രോഗപീഠയുടെ കാര്യം, മരണത്തിൻ്റെ കാര്യം, കഷ്ടപ്പാടിൻ്റെ കാര്യം എത്തിയപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഉടനെ തന്നെ ഈശോ അവിടെ നിന്നുകൊണ്ട് ലാസർ എഴുന്നേൽക്കട്ടെ, ലാസർ സൗഖ്യം പ്രാപിക്കട്ടെ, മരിച്ച ലാസർ എഴുന്നേൽക്കട്ടെ എന്നല്ല, മറിച്ച് ഈശോ പറഞ്ഞത് എന്താ? ഈശോ അതാ വന്ന ദൂതനോട് ഒരു സന്ദേശം കൊടുത്തു, വചനം കൊടുത്തു. ഈ വചനം അവരുടെ ജീവിതത്തിലേക്ക് ഇതാ വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തുകയാണ്. 1-ാമത്തെ കാര്യം, ഈ മരണം ഇത് അവിടെ അവസാനിക്കാനുള്ളതല്ല, ഈ കഷ്ടപ്പാട് ഇതിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് 2-ാമത്തെ കാര്യം ദൈവമഹത്വത്തിനുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കും നിനക്കുമുള്ള വലിയൊരു സന്ദേശമാണ്. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സഹനം, ദുഃഖം, ക്ലേശം, അതിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നീ ഓർക്കണം, ഇതെൻ്റെ ജീവിതത്തിൽ ഒരു അവസാനമല്ല. കൊറോണ മഹാമാരി ഇതോടുകൂടെ തന്നെ എൻ്റെ ജീവിതം അവസാനിക്കുന്നതല്ല, മറിച്ച് ദൈവമഹത്വം പ്രഖ്യാപിക്കപ്പെടാനുള്ളതാണ്. ഈ ആത്മീയ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ലഭിക്കൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണുപോകും. അപ്പോൾ ഒരു വ്യക്തി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നൽകുന്നത് എന്താ? ഒരു രോഗിയായിരിക്കുമ്പോൾ ഈശോ നൽകുന്നത് എന്താ? സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഈശോ നൽകുന്നത് എന്താ? നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളുടെ നടുവിൽ ഈശോ നൽകുന്നത് എന്താ? ഈശോ ആദ്യം നൽകുന്നത് വചനമാണ്. ഒരു വ്യക്തി സാമ്പത്തിക പ്രതിസന്ധി, ദൈവമേ 10 ലക്ഷം രൂപ എനിക്കിപ്പോൾ വേണം. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് 10 ലക്ഷം രൂപ എത്തിച്ചേരുന്നു എന്നല്ല, മറിച്ച് യേശു ആദ്യം നൽകുന്നത് ഒരു വചനം കൊടുക്കുകയാണ്. ഒരു രോഗം, ആ രോഗി പ്രാർത്ഥിക്കുകയാണ്, ഉടനെ തന്നെ ആ രോഗിയുടെ രോഗം മാറുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു വചനം കൊടുക്കുകയാണ്.
ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചു, മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു, ഇനി ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പ്രശ്നങ്ങളോട് പ്രശ്നം, കൂട്ടുകാരെ ഉപദ്രവിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, അങ്ങനെ എല്ലാ വശങ്ങളിലും പ്രശ്നം. ഇദ്ദേഹത്തിന് തൻ്റെ ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനം ലഭിക്കുകയാണ്. ആ വചനം ഏതാണെന്നറിയോ? ആ വചനം മനോഹരമായിട്ടുള്ള വചനമാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം പരിചയമുണ്ടോ? തുറന്നു വായിക്കാം. ഹബക്കൂക്ക് പഴയ നിയമത്തിലെ ഒരു ചെറിയ പുസ്തകമാണ്, പക്ഷെ വളരെ പവർഫുള്ളായിട്ടുള്ള വചനം നൽകുന്ന പുസ്തകമാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനം ഇങ്ങനെയാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഭാര്യ ഉപേക്ഷിച്ചു, കൂട്ടുകാരന്മാർ തല്ലി, അങ്ങനെ ആകെ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു വചനം ലഭിക്കുകയാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം: ഈ ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഈ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഈ വചനം കിട്ടിയതിന് ശേഷം എൻ്റെ ഉള്ളിൽ വലിയൊരു ശാന്തതയാണ്. അച്ഛാ, എനിക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ദൈവം തിരിച്ചു നൽകും. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കൂട്ടുകാർ അവരെന്നോട് പലതരത്തിൽ പല രീതിയിൽ പെരുമാറി. പക്ഷേ അച്ഛാ, എനിക്ക് അല്പമൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ വചനം കിട്ടിയതിന് ശേഷം അതെല്ലാം മാറി. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, നീ വിചാരിക്കാത്ത തരത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണം, ഒരുപക്ഷെ കുടുംബത്തിലെ കലഹം, മക്കളെക്കുറിച്ചുള്ള ദുഃഖം, അങ്ങനെ തുടങ്ങി പലതരത്തിൽ ആവലാതിയും അസ്വസ്ഥതയുമായിട്ട് നിൽക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17-ാം തിരുവചനം നിനക്കുള്ള വലിയൊരു സന്ദേശമാണ്. സകലതും അറ്റുപോകുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും നിനക്ക് വിശ്വസിക്കാം, എൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിസന്ധിയും ക്ലേശവും സങ്കടവും ഉണ്ടാകുമ്പോൾ ഈശോ നൽകുന്നത് വചനമാണ്. ഞാൻ ഓർക്കുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥ. ഒരു രാത്രിയിൽ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വചനം, ചെറിയൊരു വചനമാണ്, അത് വായിക്കാനൊരു പ്രേരണ ലഭിച്ചു. ഞാൻ വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമായ വചനമാണ്. വചനം ഇങ്ങനെയാണ്: ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എന്താ അർത്ഥം? പ്രകാശിക്കുന്ന ഈ ദൈവ സാന്നിധ്യത്തെ കീഴടക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. ഒരിക്കലും തിന്മയ്ക്ക് നന്മയ്ക്കുമേൽ അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ശാന്തത. പ്രശ്നത്തിന് ഉടനടി പരിഹാരം എന്നല്ല, മറിച്ച് എൻ്റെ ഉള്ളിലൊരു ബോധ്യം ലഭിച്ചു. യെസ്, പ്രകാശം, ഇരുട്ട്, ഈ പ്രകാശത്തെ ഒരിക്കലും ഇരുളിന് കീഴടക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. നീയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം തന്നെ പ്രശ്നത്തിന് പരിഹാരമായി ഒരു അത്ഭുതകരമായ കാര്യമല്ല, മറിച്ച് ഒരു വചനം ലഭിക്കും. ആ വചനം കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തി ഭാര്യ ഉപേക്ഷിച്ചു, സഹോദരൻ കൂട്ടത്തിലുള്ളവർ ഉപദ്രവിച്ചു, പക്ഷെ വചനം കിട്ടിയപ്പോൾ അത്ഭുതം സംഭവിച്ചത് എന്തെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടായി. വചനം ലഭിച്ചാൽ ഉറപ്പിച്ചോ, അതിൻ്റെ തൊട്ടു പിന്നാലെ നമുക്ക് വേണ്ടി ഒരത്ഭുതം ദൈവം കാത്തുവെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആത്മീയ രഹസ്യം. കാരണം വചനം ഒരു വിത്താണ്. ആ വിത്ത് പൊട്ടി മുളച്ച് ഫലം നമുക്ക് നൽകും. ഉദാഹരണത്തിന് നമുക്കറിയാം പാടശേഖരങ്ങൾ, ഇപ്പം നെൽപ്പാടം. ആ നെൽപ്പാടം, നമ്മൾ കാണുന്ന നെൽപ്പാടം ഫലം ചൂടി നിൽക്കുന്നു എന്ന് കരുതുക. അതെപ്പോഴാണ്? അതിൻ്റെ പിന്നിൽ
വിത്ത് പാകിയതിൻ്റെ ഒരു അനുഭവമുണ്ട്, അത് പൊട്ടി വളർന്നതിൻ്റെ ഒരു അനുഭവമുണ്ട്, പിന്നീട് സാവധാനം വളർന്ന് അത് ഫലം ചൂടും. അപ്പോൾ ആദ്യം വേണ്ടത് വിത്ത് പാകപ്പെടണം. പ്രിയപ്പെട്ടവരെ, വിത്ത് നമ്മുടെ ഉള്ളിൽ ലഭിച്ചാൽ അതിങ്ങനെ സാവധാനം വളരും. അത് വിശ്വാസത്തിലുള്ള വളർച്ചയാണ്. ആ വളർച്ചയിലാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കപ്പെടുന്നത്. ചിലരൊക്കെ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, അച്ഛാ എൻ്റെ ഈ കാലൊന്ന് സൗഖ്യപ്പെട്ടാലുണ്ടല്ലോ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി പിന്നീട് ജീവിക്കാൻ ശ്രമിക്കും, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് സുവിശേഷ ശുശ്രൂഷ ചെയ്യാം, എൻ്റെ ഈ പ്രശ്നം മാറിയാലുണ്ടല്ലോ ഞാൻ ഹല്ലേലിയ പറയാം, എൻ്റെ ഈ ജീവിതത്തിന് സങ്കടം മാറിയാലുണ്ടല്ലോ ഞാൻ കൈപൊക്കി ഹല്ലേലിയ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, നിൻ്റെ പ്രശ്നം മാറിയിട്ടല്ല, മറിച്ച് ആദ്യം വേണ്ടത് എന്താ? വിശ്വാസം. ആദ്യം തന്നെ അത്ഭുതം കാണട്ടെ. നമ്മുടെയൊക്കെ പലരുടെയും ഒരു ചിന്താരീതിയാണല്ലോ, ഞാനൊന്ന് കാണട്ടെ ഇതെങ്ങനെയുണ്ട്, ഇത് ഗുണമുണ്ടെങ്കിൽ ഞാൻ കൈപൊക്കി ഹല്ലേലിയ പറയാം, ഇത് ഗുണമുണ്ടെങ്കിൽ ഞാൻ സുവിശേഷ ശുശ്രൂഷ ചെയ്യാം, എനിക്ക് ഗുണമുള്ള കാര്യം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആത്മീയതയല്ല. വിശ്വസിക്കുന്ന വ്യക്തിയോട് കൂടെ ദൈവം അത്ഭുതം ചെയ്യും. നീ ആദ്യം തന്നെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ തീരുമാനിച്ചാൽ അതോട് ചേർന്ന് എന്തുണ്ട്? അതോട് ചേർന്ന് ഒരത്ഭുതം നിനക്ക് ലഭിക്കും. ഈശോയുടെ വലിയൊരു ശുശ്രൂഷ ദൗത്യം നീ ഏറ്റെടുക്കുമ്പോൾ അതോട് ചേർന്ന് നിനക്ക് രോഗശാന്തി ലഭിക്കും. അല്ലാതെ രോഗശാന്തി ആദ്യം ഉണ്ടാകട്ടെ, ആദ്യം എൻ്റെ ജീവിതത്തിലെ പ്രശ്നം മാറട്ടെ, സാമ്പത്തിക പ്രതിസന്ധി മാറട്ടെ, ഞാൻ അത്ഭുതം കാണട്ടെ, എന്നിട്ട് ഞാൻ സ്തുതിക്കാം എന്ന് കരുതിയിരുന്നാൽ അങ്ങനെ നമ്മൾ ഇരിക്കും. ഇതാ ഈശോ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? നമ്മുടെ ജീവിതത്തിൽ സഹന വരത്തിൽ വളരാൻ. ഇതൊരു വചനമാണ്. ഈ വചനം നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ മുട്ടിട്ട് സാവധാനം വളരാൻ തുടങ്ങും. വചനം കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ബൈബിൾ തുറക്കണം, വായിക്കണം എന്നിങ്ങനെ ആവർത്തിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഗുണമെന്താ? വചനം കിട്ടിക്കഴിഞ്ഞാൽ യേശുവാണ്. ഒരു വ്യക്തിയുടെ ഇരുണ്ട് നിറഞ്ഞ അനുഭവത്തിലേക്ക് വചനം കിട്ടിയാൽ ആ വ്യക്തിയുടെ ജീവിതം അത്ഭുതകരമായ ഒരു മാറ്റത്തിലേക്ക് മാറും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ വഴിയിൽ നമ്മൾ പരീക്ഷകൾ കണ്ടില്ലേ, പരീക്ഷകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോൾ നീ ഭയപ്പെടരുത്, മറിച്ച് വിശ്വാസത്തിൽ സ്ഥിരതയ്ക്കുള്ള ഒരു ട്രെയിനിങ് ആയി നമ്മൾ അതിനെ കണക്കാക്കുക. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷ അവസരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും അത് വിശ്വാസ വഴിയിലെ ഒരു പരീക്ഷയായി മാത്രം കണക്കാക്കുക. എന്നിട്ട് എന്തു വേണം? നമ്മൾ അതിനെ അതിജീവിക്കുന്ന സഹനശക്തിയിൽ ബലം പ്രാപിക്കുന്നു. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിലും വീണു പോകുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രശ്നത്തിൻ്റെ മുകളിൽ ചവിട്ടി നടക്കാൻ ശക്തിയും കൃപയുമുള്ള ദൈവമക്കൾ. പ്രശ്നം ഇപ്പോൾ പലരുടെ തലയ്ക്ക് മുകളിലാണ്, അല്ലേ? സാമ്പത്തിക പ്രശ്നം, വീട്ടു പ്രശ്നം, ഭാര്യ പ്രശ്നം, ഭർത്താവ് പ്രശ്നം, അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൊണ്ട് നടക്കാനല്ല, മറിച്ച് ആ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാനാണ് എനിക്കും നിങ്ങൾക്കും ദൈവം ശക്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക. എന്തിനു വേണ്ടി? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആവട്ടെ, ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള സഹന ശക്തി എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ വരത്തിൽ നമുക്ക് വളരാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 36-ാം തിരുവചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് എന്തു വേണം? സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ വലിയ വചനം ഹൃദയത്തിലോട്ട് സ്വീകരിക്കാം, വിശ്വസിക്കാം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കപ്പുറം
എൻ്റെ ദൈവം സഹനവരത്തിലൂടെ എന്നെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കൃപയിൽ എല്ലാവരും നിറയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.